Welcome. Okay, I am Rubina. ഞാൻ പൊന്നാനിയിൽ നിന്നാണ്. ട്രെയിൻ ദ ട്രെയിനർ 11th ബാച്ചിലുള്ള ആളാണ് ഞാൻ. അപ്പോൾ വിൻബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മൾ. ഈ ഒരു വെബിനാർ സീരീസിന്റെ പ്രത്യേകത ട്രെയിൻ ദ ട്രെയിൻ കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇതിൽ അവതാരകരായിട്ട് എത്തുന്നുള്ളത് ഉള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഇത് 9th സെഷനാണ് നടക്കുന്നത്. ഇതില് പങ്കെടുക്കുന്ന എല്ലാവരും തുടർന്ന് മുഴുവനായും ഈ ഒരു പങ്കാളിത്തം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് എടുത്തു തരുന്നത് ശൈലാബായി മാം ആണ്. മാമിനെ ആദ്യമായി സ്വാഗതം ചെയ്യാണ്. പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമുക്കൊക്കെ അറിയാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ട്രെയിനർക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സോഫ്റ്റ് സ്കില്ല് എന്ന് പറയുന്നതിൽ നമുക്ക് വേണ്ടപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റി 2 വാക്ക് ഞാൻ പറയാം. നമുക്ക് എടുത്ത ക്ലാസ്സിൽ ഫൈസൽ സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ട 2 എലമെന്റ്സ്, ഒന്ന് എനർജിയും ഒന്ന് മാറ്ററും ആണെന്നൊക്കെ. അപ്പോൾ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എനർജി നമ്മൾ ഒരു സംസാരത്തിലൂടെ നമ്മൾ എനർജി മറ്റൊരാളിലേക്ക് പകരുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശൈലാബായി മാമിന്റെ ഈ ക്ലാസ് ഇതുപോലെ നമുക്കൊരു എനർജി തരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിൻബിൾ അക്കാദമി ഡയറക്ടറും മാസ്റ്ററുമായ ആൻഡ് ട്രെയിനറൊക്കെ ആയ ഫൈസൽ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു ഓൾ. Okay, thank you Rubina ma'am. ഓക്കെ, നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ 9th എഡിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ട്രെയിൻ ദ ട്രെയിനർ ബാച്ചിലൂടെ കഴിവ് തെളിയിച്ച് കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വരുന്ന ട്രെയിനേഴ്സ് ആണ് ഈ ഒരു ടോക്ക് സീരീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമുക്ക് അറിവുണ്ട്, പക്ഷേ അത് കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രസന്റേഷൻ സ്കില്ല് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം പ്രയാസമാണ്. അവിടെയാണ് നമുക്ക് എങ്ങനെ സംസാരിക്കണം, ഏതൊക്കെ എലമെന്റ്സ് ആണ് ആ സംസാരങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതൊക്കെ കൃത്യമായി നമ്മൾ പഠിച്ച് കൃത്യമായി അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ ആയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ കടന്നു വരാം, ഏതൊക്കെ മേഖലയിൽ നമുക്ക് മുന്നോട്ട് വരാം എന്നതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിൻബിൾ അക്കാദമിയുടെ ട്രെയിനേഴ്സ് ക്ലബിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ടോക്ക് സീരീസിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകളിലൂടെയും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും അത് യൂസ് ചെയ്യുക. ഇന്ന് നമുക്ക് സോഫ്റ്റ് സ്കിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് സോഫ്റ്റ് സ്കില്ലുകൾ ഉണ്ട്. അപ്പോൾ ആ സോഫ്റ്റ് സ്കില്ലുകൾ നമ്മൾ മനസ്സിലാക്കി അത് നമ്മളിലും അതേപോലെ തന്നെ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും എങ്ങനെ നമുക്ക് പാസ് ചെയ്യാം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് ശൈലാബായി ആണ്. അവര് നമ്മുടെ ട്രെയിനിങ് ബാച്ചിലെ 7ാമത്തെ ബാച്ചിൽ നിന്നുള്ള ഒരു മെമ്പറാണ്. അതേപോലെ തന്നെ ട്രിവാൻഡ്രം ജില്ലയിലെ ഒരു സ്കൂളിലെ ടീച്ചർ കൂടിയാണ്. അപ്പോൾ മാമിനെ ആദരപൂർവ്വം ഈ ഒരു ക്ലാസ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ക്ഷണിക്കുന്നു. മാം, വെൽക്കം. താങ്ക് യു സർ. കേൾക്കാമോ? ഓഡിബിൾ ആണ്. കേൾക്കാമോ സർ? ഓഡിബിൾ ആണോ?
ഓക്കെ. എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്കെങ്കിലും വിട്ട് ഇപ്പോഴാണ് സൗണ്ട് ക്ലിയർ ആയത്. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എനിക്ക് ഇൻട്രൊഡക്ഷനും ബാക്കി ഒന്നും ഞാൻ കേട്ടിട്ടില്ല, എങ്കിലും തുടങ്ങാം. നമുക്ക് ഞാന് ശൈലാബായി, വിൻബിൽ അക്കാഡമിയുടെ ബാച്ച് 7-ലെ ഒരു പാർട്ടിസിപ്പന്റ് ആണ്. ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ലൈഫ് ഈസ് എൻ ആർട്ട് ഓഫ് ലിവിങ്. നമ്മളൊരു ആർട്ട് ഭംഗിയായി പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ആർട്ടിനെ നമ്മൾ മാസ്റ്റർ ചെയ്യണം, എക്സ്പെർട്ടൈസ് ചെയ്യണം. ആ ഒരു ആർട്ടിനെ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്താലേ നമുക്ക് ആ ആർട്ട് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈസ് വിത്ത് അവർ ലൈഫ്. ലൈഫ് ഒരു ആർട്ടാവുമ്പോൾ ഈ ആർട്ടിലും ഈ ലൈഫിനെ ഭംഗിയായി പെർഫോം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കാം. ലൈഫിനെ മുന്നോട്ട് ഭംഗിയായി കൊണ്ടുപോകാൻ, മനോഹരമായി കൊണ്ടുപോകാൻ നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്യേണ്ട ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഒരു ആർട്ട് ഫോം നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യാൻ അതിനെക്കുറിച്ച് എന്തൊക്കെ നമുക്ക് അറിയണം? അതോ റെസ്പോണ്ട് ചെയ്ത് പോയാൽ കൊള്ളാം. ഒരു ആർട്ടിനെ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യാൻ എന്തൊക്കെ നമ്മൾ അറിയണം? ഒരു ആർട്ടിനെ സപ്പോസ് ഡാൻസ് എടുത്തോളൂ. ഡാൻസ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം. ഈ ഒരു ആർട്ട് ഫോമിനെ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ആ ഡാൻസ് ഫോമിനെ പറ്റി അറിയാം, പറഞ്ഞോളൂ. മുദ്രകൾ അറിയണം, യെസ് സ്റ്റെപ്സ് അറിയണം, യെസ് യെസ് യോജിച്ച ഡ്രസ് ഏതാണെന്ന് അറിയണം, പിന്നെ അതിന്റെ ചലനങ്ങൾ മനസ്സിലാക്കണം. ഒബ്വിയസ്ലി കറക്റ്റ്. നമ്മൾ അതിന്റെ മുദ്രകൾ അറിയണം. ഓക്കെ, ഫൈൻ. ഇപ്പൊ നമ്മള് അതിന്റെ മുദ്രകൾ അറിയണം, അതെന്താണ്, ആർട്ട് ഫോം എന്താണെന്ന് അറിയണം, അതിന്റെ ബേസിക്കലി അതിന്റെ തിയറി ആൻഡ് ടെക്നിക്സ് നമ്മൾ അറിയണം. അറിഞ്ഞാലേ നമുക്ക് ആ ഒരു ആർട്ട് ഫോം ഭംഗിയായി പെർഫോം ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ലൈഫിലും നമ്മൾ ലൈഫിന്റെ ഒരുപാട് തിയറീസും ടെക്നിക്സും ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരുപാട് കഴിവുകൾ നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. അങ്ങനെ ആർജിച്ചാൽ മാത്രമേ നമുക്ക് നന്നായി നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ലൈഫിൽ നമ്മൾ ഇടപെടുന്ന ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളിലാണല്ലോ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ നമുക്ക് എത്രത്തോളം ഭംഗിയായി നമുക്ക് പെർഫോം ചെയ്യണോ അതിന് ആ ഒരു ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ആ ടെക്നിക്സ്, അതിന്റെ തിയറി, അതിന്റെ ഒരുപാട് എബിലിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്താലേ നമുക്ക് ആ ഏരിയ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരുപാട് എബിലിറ്റീസ് അല്ലെങ്കിൽ ആ ഒരുപാട് കഴിവുകള്, ശേഷികള്, നൈപുണികള്, ഒരുപാട് സ്കിൽസ് നമുക്ക് ഉണ്ടാവണം. മാനേജ് ചെയ്യാൻ ഒരുപാട് സ്കിൽസ് നമുക്ക് വേണം. നമ്മളെല്ലാവരും ഇടപെടുന്ന ഒരു ഏരിയ ഞാൻ എടുക്കുകയാണ്. അധ്യാപനം എന്ന് പറഞ്ഞ ഏരിയ തന്നെ എടുക്കാം. ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഏരിയ ആണ്. ഒരുപാട് ഏരിയാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഒരു ഏരിയ ഞാൻ ടീച്ചിങ് എടുക്കുന്നു. ടീച്ചിങ്ങിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുക? ഒരു ടീച്ചറായിട്ട് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ടീച്ചർ ആകാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ TTCക്ക് പഠിക്കും, അല്ലെങ്കിൽ BEd പഠിക്കും, അല്ലെങ്കിൽ MEd പഠിക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കും. 1 വർഷം 2 വർഷമോ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സൊക്കെ നമ്മൾ പഠിക്കും. അതിനകത്ത് നമ്മൾ പാവലോവിന്റെ കണ്ടീഷനിങ് പഠിക്കും. നമുക്ക് ഒരുപാട് തിയറീസ് ഒക്കെ നമ്മൾ പഠിക്കും. ടീച്ചിങ് മാനുവൽ എഴുതാൻ എങ്ങനെയാണ് പഠിക്കും. കുട്ടിയെ എങ്ങനെ ക്ലാസ്സിൽ മാനേജ് ചെയ്യണം എന്ന് പഠിക്കാം. അതൊക്കെ ഒരു 1-1.5 വർഷം അല്ലെ 2 വർഷം കൊണ്ടൊക്കെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകും, ഇല്ലേ? നമുക്ക് അവസാനം ഒരു സർട്ടിഫിക്കറ്റും കിട്ടും. ടീച്ചിങ്ങിന്റെ മാസ്റ്ററായി അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയി എന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാണ്. ഒരിക്കലും എൻ്റെ സ്കൂളിൽ ഒരു ഇന്റർവെൽ ടൈമില് അശ്വാൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഡോറിൽ നിന്ന്, വാതിലിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയതും ആ ഹോളാണല്ലോ നമുക്കുള്ളത്. ഹോളിൽ നിന്ന് ഓടി വന്ന് വേറൊരു കുട്ടി അവനെ ഇടിക്കുകയാണ്. ഇവൻ വീഴുന്നു. 2 മിനിറ്റിനുള്ളിൽ നോക്കുമ്പോൾ ചോരയിൽ കുളിച്ച് കിടക്കുക. അവൻ വായിൽ നിന്നൊക്കെ ഒരുപാട് ചോര ഇങ്ങനെ വരിക. കുറച്ചുപേര് തലകറങ്ങി ഇരുന്നിട്ടുണ്ട്. കുറച്ചു പേരെന്ത് ചെയ്തു, അതിനെ എടുത്തു. ആരെങ്കിലും 1-2 പേര് ആരൊക്കെയോ ചേർന്ന് എടുത്തിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വീട്ടുകാരെ അറിയിച്ചു.
പ്രിലിമിനറി കാര്യങ്ങളൊക്കെ നടന്നു. വീട്ടുകാരൊക്കെ വന്നു, ഡോക്ടർ നോക്കി, മരുന്നൊക്കെ കൊടുത്തു, വലിയ പ്രശ്നമില്ല. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം അവന്റെ പേരൻസും ഒരു 5-6 പേര് സ്കൂളിലേക്കും കയറി വരിക. കയറി വന്നിട്ട് ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത്രേ, ഇവൻ വീണപ്പോ ഇവന്റെ വായിന്ന് ഒരു പല്ല് തെറിച്ചു പോയി. ആ എടുത്തിരുന്നുവെങ്കിൽ, ആ പല്ലൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ പല്ല് അപ്പോഴവിടെ വെക്കാമായിരുന്നു. പല്ല് പോയെടുത്തു നിന്നാണ് ബ്ലഡ് വന്നത്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആ പല്ല് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? പല്ല് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നമുക്കത് വെക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ആരും അത് നോക്കിയില്ല, ഇവനെ കൊണ്ടങ്ങ് പോയി. പക്ഷെ അത് എത്ര പറഞ്ഞിട്ടും അവർക്കത് കേട്ടപ്പോ ഭയങ്കര വല്ലാത്തൊരു ദേഷ്യവും വിഷമവും ഒക്കെ ആയിട്ടാണ് അവർ സ്കൂളിലേക്ക് ഇരച്ചു വന്ന് കയറുകയാണ്. അപ്പൊ ഇവര് സംസാരിക്കുമ്പോൾ 4 വശമുള്ളവരൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞു, ഇവർ ഓഫീസിൽ വന്നു, നമ്മൾ അവരോട് സംസാരിച്ചു. വിത്തിൻ ഹാഫ് ആൻ അവർ ശരിക്കും പറഞ്ഞാൽ അവര് പോയി. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അവര് പോയി. അവരുടെ കുഞ്ഞിനെയും കൊണ്ട് പിറ്റേ ദിവസം അവന് വേറെ കുട്ടിയെ സ്കൂളിൽ വിട്ടു. അമ്മയും അച്ഛനും വന്നിരുന്നു. ഇപ്പോഴും നല്ലൊരു ടേംസിൽ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല അവന്. അവന് പല്ല് വെക്കാൻ വേറൊരു പല്ല് വെച്ചു. ഓക്കെ. മാം മ്യൂട്ടാണ്. എന്തൊക്കെ സ്കിൽസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ? അപ്പൊ ഇതുവരെ പറഞ്ഞത് കേട്ടില്ലേ സാറേ? ഇപ്പോഴാണോ മ്യൂട്ട് ആയത്? അല്ല, കുറച്ച് നേരം, ഒരു 2 minutes കേട്ടിട്ടില്ല. ഇപ്പൊ കേൾക്കാമോ? യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ. നമ്മൾ എന്തൊക്കെ സ്കിൽസ് ഉപയോഗിച്ചിട്ടാവാം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്? പറഞ്ഞു നോക്കൂ. നമ്മൾ പാവലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷൻ വെച്ചിട്ടാണ്. യെസ്, വെരി ഫൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവരോട് ഡീൽ ചെയ്തപ്പോ അവരോട് സംസാരിച്ച ഒരു രീതി, അവരോട് നമ്മൾ കൺവേ ചെയ്ത നമ്മുടെ ആശയങ്ങൾ അവരോട് കൺവേ ചെയ്തതും അവര് പറഞ്ഞത് നമ്മൾ കേട്ടതും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തത് കൊണ്ടാണ് ആ ഒരു ഇഷ്യൂ നമുക്ക് അവിടെ ഇതാവാതെ നമുക്ക് അവിടുന്ന് ഭംഗിയായി അതിനെ സോൾവ് ചെയ്യാൻ കഴിഞ്ഞത്. ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തു, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഉണ്ടായി, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഭംഗിയായി ആ സിറ്റുവേഷൻ ഡീൽ ചെയ്തു. ഓക്കെ. ഇതൊക്കെ നമുക്ക് ആദ്യം ലഭിച്ച ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്തത്? കേൾക്കാമോ? അല്ല, ഒരിക്കലും അല്ല. പക്ഷെ നമുക്ക് ആദ്യം ലഭിച്ചൊരു സർട്ടിഫിക്കറ്റ്, ആ ഒരു ടെക്നിക്കൽ സ്കില്ല്, കാര്യങ്ങൾ അറിയണം, തിയറി അറിയണം, അതെല്ലാം നമുക്ക് വേണം. അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും നന്നായി ആ ഒരു ഏരിയ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റ് ഒരു പിടി സ്കിൽസ് നമുക്ക് ഉണ്ടാവണം, ഒരു പിടി കഴിവുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, അത് ഡെവലപ്പ് ചെയ്തെങ്കിൽ നമുക്ക് നന്നായി നമ്മുടെ ഒരു ഏരിയ പെർഫോം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ ഭംഗിയായി മനോഹരമാക്കാൻ, നമ്മൾ ഇടപെടുന്ന മേഖലകളെ മനോഹരമാക്കാൻ, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും, നമ്മൾ ഇടപെടുന്ന മേഖലകളെ മനോഹരമാക്കാൻ നമുക്ക് 2 ടൈപ്പ്. ഫസ്റ്റ് വൺ, നമ്മൾ ആദ്യം പറഞ്ഞ നമുക്ക് ആവശ്യമായ അറിവ്, കഴിവ്, ടെക്നിക്സ്, അതിന്റെ പിന്നിലെ തിയറി, ഇതൊക്കെ പഠിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ്, അതിനെ നമ്മൾ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയും. അത് നമ്മൾ ഓരോ വർഷം കഴിയുന്നോറും അല്ലെ ഓരോ ദിവസം കഴിയുന്നോറും നമ്മൾ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്കത് കൂടിക്കൊണ്ടിരിക്കും. ആ ടെക്നിക്കൽ സ്കില്ലൊക്കെ ഒരു ഡോക്ടർ പാസ്സായി ഇറങ്ങുന്ന സമയത്തുള്ള ഡോക്ടർ ആവില്ല 4 വർഷം കഴിയുമ്പോൾ അല്ലെ 8 വർഷം കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ ആ എക്സ്പീരിയൻസിൽ കൂടെ നമുക്ക് അതിന്റെ ടെക്നിക്കൽ സ്കിൽസ് കൂടുതലായി വന്നുകൊണ്ടിരിക്കും. ഒപ്പം അതുപോലെ എല്ലാ ഏരിയയിലായാലും ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് ഒക്കെ നമുക്ക് വളർന്നുകൊണ്ടിരിക്കും. ബട്ട് അതിലുപരി പല സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാൻ
നമ്മുടെ ഏരിയ മനോഹരമാക്കാൻ മറ്റ് കുറച്ച് അത്യാവശ്യം ഒരു പിടി സ്കിൽസ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോ ആദ്യം പറഞ്ഞ ആ ഒരു സർട്ടിഫിക്കറ്റിലൂടെ, കോഴ്സിലൂടെ ടെക്നിക്കലായിട്ടും നോളജ് പരമായിട്ടും തിയറി പരമായിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്ന കുറച്ച് സ്കിൽസിനെ നമ്മൾ പറയുന്നത് ഹാർഡ് സ്കില്ലുകൾ എന്നാണ്. ഇവിടെ നമ്മൾ ഓൺ ഗോയിങ്ങിൽ, നമ്മൾ ഓൺ ദ വേയിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രയോഗിക്കാൻ കഴിയുന്ന അല്ലെ മാസ്റ്റർ ചെയ്യേണ്ട ഒരു പിടി സ്കിൽസ് മറ്റ് കാര്യങ്ങളിലുണ്ട് എന്ന് പറയുന്നവയാണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇതിനകത്ത് നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആണ്. അപ്പൊ എല്ലാ ഏരിയയിലും ടെക്നിക്കൽ സ്കിൽസ്, തിയറി, പ്രാക്ടിക്കൽസ് അതുപോലെയൊക്കെ ചെയ്ത് നമ്മൾ നേടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് വേണം. ആ ബേസിക് ആയിട്ടുള്ള അറിവിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയാ, ഹാർഡ് സ്കിൽ എന്ന് പറയാ. ഈ ഹാർഡ് സ്കിൽ മെഷറബിൾ ആണ് കേട്ടോ. നമുക്കറിയാം ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ ഇത്രത്തോളം പഠിച്ചു, ഇത്രത്തോളം അറിയാം എന്നൊക്കെ നമുക്ക് അത് പ്രൂവബിൾ ആണ്, മെഷറബിൾ ആണ്, അതൊക്കെയാണ്. പക്ഷെ ഹാർഡ് സ്കിൽസ് മെഷറബിൾ ആണെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് അതിന് നമുക്കൊരു അളവുകോലില്ല. നമ്മൾ എവിടെ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ എവിടെ എങ്ങനെ നമ്മൾ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. ദറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ എൻവയോൺമെന്റ്. അതുകൊണ്ട് തന്നെ മറ്റു ആളുകളുമായും എൻവയോൺമെന്റുമായും റിലേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽസിനെ നമുക്ക് പീപ്പിൾ സ്കിൽ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. പീപ്പിൾ സ്കിൽ എന്ന് പറയാം. നമുക്ക് ദ എബിലിറ്റീസ് നീഡഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഓർ എ ജോബ്, അതാണ് ഹാർഡ് സ്കിൽ. ബട്ട് ആ ത്രൂ ഔട്ട് ലൈഫിൽ ആ ഒരു ജോബ് ഭംഗിയായി മനോഹരമാക്കണമെങ്കിൽ നമ്മൾ ആർജിക്കേണ്ട ഒട്ടനവധി മറ്റ് സ്കില്ലുകളെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറയാം. ഇവിടെ പറഞ്ഞത് ഹൗ വെൽ യു ഇന്ററാക്ട് വിത്ത് അതേഴ്സ്, ദാറ്റ്സ് വെരി ക്രൂഷ്യൽ. നമ്മളെ ഫസ്റ്റിലെ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ ഹാർഡ് സ്കില്ലുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഭംഗിയാക്കാൻ നമുക്ക് ആവശ്യമായ സ്കിൽസ് ആണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോ അത് നമ്മുടെ ഒരു ഇഫക്റ്റീവായിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സ്കില്ലുകളാണ്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയുന്ന സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് ഇപ്പൊ ഒരു 10 സോഫ്റ്റ് സ്കിൽസ് പറയാം. അത് കഴിയുമ്പോൾ ആക്ച്വലി ഈ 10 സോഫ്റ്റ് സ്കിൽസ് എണ്ണി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ യു വിൽ കം അപ്പ് വിത്ത് മച്ച് അതർ സ്കിൽസ്. വേറെ ഒരുപാട് സോഫ്റ്റ് സ്കിൽസുമായിട്ട് നിങ്ങൾ വരും, എനിക്കറിയാം. ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും എങ്ങനെ, ഹൗ or that is the ability to convey or share ideas. നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഒരു 7 C's ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. അത് ഞാൻ ഒന്ന് എണ്ണി പറയാം. കമ്മ്യൂണിക്കേഷൻ നമ്മൾ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഇറ്റ് ഷുഡ് ബി ക്ലിയർ, ഇറ്റ് ഷുഡ് ബി കൺസൈസ്, സെക്കൻഡ് വൺ. തേർഡ് വൺ, ഇറ്റ് ഷുഡ് ബി കോൺക്രീറ്റ്. ഫസ്റ്റ് ക്ലിയർ, then concise, then concrete, then correct ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ഫിഫ്ത്ത് വൺ, കൊഹറന്റ് പറഞ്ഞാൽ അതിനെ വലിച്ചു നീട്ടി പരത്തിയല്ല. ഇറ്റ് ഷുഡ് ബി ബ്രീഫ്, കൊഹറന്റ് ആയിരിക്കണം. ആ പോയിന്റിനെ ചേർത്ത് പിടിക്കുന്നതായിരിക്കണം, കൊഹറന്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. ചിലര് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, പലരും, എനിക്ക് ചിലരെയൊക്കെ അറിയാം, എന്താന്ന് വെച്ചാൽ സംസാരിച്ച് വരുമ്പോ പകുതിയെ പറയുള്ളൂ, ബാക്കി നമ്മൾ ഊഹിച്ചെടുത്തോണം. അവരുടെ ചിന്തയിൽ മുഴുവൻ പറഞ്ഞു എന്നാണ് അവർ ചിന്തിക്കുന്നത്, പക്ഷെ പകുതിയെ പറയുള്ളൂ. അത് കേൾക്കുന്നവർക്ക് ഭയങ്കര അരോചകമാണ്. നമ്മളിങ്ങനെ ആലോചിക്കുന്നത് ഒന്നും മനസ്സിലാവൂല പറയുമ്പോൾ. സോ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി കംപ്ലീറ്റ്. ആണ് കംപ്ലീറ്റ് എന്ന്. ദെൻ കേർട്ടിയസ് ആയിരിക്കണം. അപ്പൊ ഞാൻ ഈ 7 C's ഒന്നുകൂടി പറയാം. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ക്ലിയർ, കൺസൈസ്, കോൺക്രീറ്റ്, correct, coherent, complete and courteous. ഇത്രയുണ്ടായിരിക്കണം. അതൊരു തിയറട്ടിക്കൽ നോളജ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പ്രാക്ടിക്കലി ചിന്തിച്ച ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനെ പറ്റി പറയാൻ പറ്റും. ശരിക്കും ഇതൊക്കെ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ കമ്മ്യൂണിക്കേഷൻ നമ്മളെപ്പോഴും കുട്ടികൾ പരീക്ഷ എഴുതി മാർക്ക് കുറയുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഓ അവള് നല്ലതായിട്ട് പഠിച്ചതാണ്, അല്ലെ അവൻ നല്ലതായിട്ട് പഠിച്ചതായിരുന്നു, പക്ഷെ എഴുതാൻ അവൻ പറ്റുന്നില്ല, അവൻ ആൻസർ എഴുതുമ്പോ പേപ്പറിലൊന്നുമില്ല. പലപ്പോഴും പല ടീച്ചേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
പുതിയ പാഠ്യപദ്ധതി എന്ന് തന്നെയല്ല, നമ്മുടെ ടീച്ചിങ് മെത്തേഡിൽ തന്നെ ഉണ്ട്. അതായത് നമുക്ക് കുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ, ഇങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് കൊടുക്കണമെന്ന്, അവസരം കൊടുക്കണമെന്നാണ്. കഴിവ് മീൻസ് ഇങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ അവസരം കൊടുക്കണം എന്നാണ്. നമ്മുടെ ടീച്ചേഴ്സ് പലപ്പോഴും എന്താ ചെയ്യുക, അങ്ങോട്ടങ്ങ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോ മാറി ചിന്തിക്കുകയാണ്. ബിക്കോസ് ലെസ് ടീച്ചർ ടോക്ക് ആൻഡ് മോർ പ്യൂപ്പിൾ ടോക്ക് ക്ലാസ്സിലുണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് ഒരുപക്ഷെ അവരുടെ ആശയങ്ങൾ നമ്മളോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകും. അങ്ങനെ അവരുടെ ഉള്ളിൽ നിന്നുള്ള ആശയം നമ്മളോട് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം ക്ലാസ്സിൽ കൊടുത്താലേ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കുട്ടി നമുക്ക് ആൻസർ എഴുതി തരുള്ളൂ. അവനത് എക്സ്പ്രസ് ചെയ്യണ്ടേ. ഒരുപക്ഷെ അവന് ഐഡിയ ഉണ്ടാവാം, അവൻ അതിനെ എങ്ങനെ ലിംഗ്വിസ്റ്റിക് ആയി എഴുതാൻ പറ്റും അല്ലെ പറയാൻ പറ്റും എന്ന് അവന് അറിയില്ല. അവന്റെ ഐഡിയകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് പുതിയ കരിക്കുലത്തിലായാലും പഴയത് പുതിയതൊന്നുമല്ല, ഒരു ചൈൽഡ് സൈക്കോളജി തന്നെയാണ്. ക്ലാസ് റൂമിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അധ്യാപകർ കുറച്ച് സംസാരിക്കുക, കുട്ടി സംസാരിക്കട്ടെ എന്ന്. അതൊരു മാറിയ ചിന്താഗതിയാണ്. എപ്പോഴും ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചറാണ് കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവർക്ക് പറയാനുള്ളത്, അവർക്ക് ചിന്തിക്കുന്നത്, അവർക്ക് ചിന്തിക്കാൻ അവസരം കൊടുക്കുക, ആ ചിന്ത തിരിച്ചിങ്ങോട്ട് പറയാനൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവും. ഇത് പറച്ചിൽ മാത്രമല്ല കേട്ടോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വെർബലും ഉണ്ട്, നോൺ വെർബലും ഉണ്ട്. ഈവൻ നോഡിങ് എ ഹെഡ് ഇറ്റ്സെൽഫ് ഇസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് സംതിങ്. ഒന്ന് കണ്ണടച്ചാൽ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് സംതിങ് അല്ലേ. നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ്, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം ആ ആള് നമ്മളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇരിപ്പ് കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പൊ ബോഡി ലാംഗ്വേജ് ആയാലും ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വെർബലും നോൺ വെർബലും കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് നമ്മുടെ ഒരു വർക്ക് ഫീൽഡില് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. പലപ്പോഴും ഒന്നും പറയാതെ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് പരസ്പരം അറിയാതെ ഒരിടത്ത് വർക്ക് ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായ ഒരുപാട് പേര് നമുക്കറിയാം. സോ നമ്മൾ ഷെയർ ചെയ്യേണ്ടവ ആരോട്, എന്ത്, എവിടെ, എങ്ങനെ ഷെയർ ചെയ്യണം, എങ്ങനെ നമ്മുടെ തോട്ട്സ് ഷെയർ ചെയ്യപ്പെടണം, എങ്ങനെ നമ്മുടെ ഐഡിയാസ് കൺവേ ചെയ്യപ്പെടണം എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രൊഫഷൻ വളരെ ഭംഗിയായി കൊണ്ടുപോകാം. ഇനി ഞാൻ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഈവൻ ഒരു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞു കരയുന്ന എന്തിനാണ്? കുഞ്ഞ് കരയുമ്പോൾ നമുക്ക് അത് നമ്മളിൽ എന്തോ കൺവേ ചെയ്യുന്നുണ്ട് അല്ലേ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കുഞ്ഞ് അതിൻ്റെതായ സ്കില്ല് അതിന് ദൈവം കൊടുത്തിട്ടുണ്ട്. കാര്യം അവന്റെ ആവശ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ. അവിടുന്ന് തുടങ്ങുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ കേട്ടാ. ഓക്കെ, ഞാൻ കമ്മ്യൂണിക്കേഷൻ ഒരു സ്കില്ലിനെ കുറിച്ച് മാത്രം ഞാനിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്കിൽസ് ഇനിയും കിടക്കുകയാണ്. ഞാൻ സെക്കൻഡ് സ്കില്ലിലോട്ട് പോകാം. ശരിക്കും രണ്ടാമത് എനിക്ക് തോന്നിയ ഒരു നല്ല സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. നമ്മളൊരു ചേഞ്ചിങ് സിറ്റുവേഷനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ പലപ്പോഴും പോകാൻ പറ്റിയെന്ന് വരത്തില്ല. എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നാൽ നമ്മൾ അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു സിറ്റുവേഷനോട് ഒന്ന് അഡാപ്റ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടാവണം. എനിക്കത് ടച്ചിങ് ആയി തോന്നി എന്തെന്ന് വെച്ചാൽ ഈ ഒരു 2 മാസം മുമ്പ് എന്റെ ഒരു ഫ്രണ്ട് ജയശ്രീ, ഫ്രണ്ട് മീൻസ് ഇപ്പൊ കോണ്ടാക്ട് ഒന്നുമില്ല, പണ്ട് എന്റെ കൂടെ പഠിച്ചതാണ്. നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചവരെ അറിയാമല്ലോ. അങ്ങനെ അറിയുന്ന ഒരു ടീച്ചറുടെ, പുള്ളിക്കാരിയും ഒരു ടീച്ചറാണ്, ടീച്ചറുടെ മകൻ 2 മാസമേ ആയിട്ടുള്ളൂ സൂയിസൈഡ് ചെയ്തു. ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അവന് ആ വർക്ക് ചെയ്യുന്ന ഒരു ഇടത്ത് അവന് ബുദ്ധിമുട്ട് വന്നപ്പോ ബുദ്ധിമുട്ടെന്നല്ല, കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി അവൻ വേറൊരിടത്തേക്ക് മാറി. വേറൊരു സ്കീമിലോട്ട് മാറിക്കഴിഞ്ഞപ്പോ അവിടെ ഇവൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവൻ അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോ അവൻ തിരിച്ച് ഇവിടേക്ക് പഴയ സ്ഥലത്തേക്ക് വന്നപ്പോ അവിടെ വേറെ ആള് വെച്ചു. അവിടെ അവന് പോസ്റ്റിംഗ് വീണ്ടും കിട്ടാൻ സാധ്യതയില്ലാതെയായി. അവന് വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ട്, അച്ഛനും അമ്മയും വിഷമിക്കും, അച്ഛനോടും അമ്മയോടും എങ്ങനെ ഇത് പറയും, അവന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അവിടുത്തെ ജോലി പോവുകയും ചെയ്തു, ഇവിടെയൊട്ട് തിരിച്ച് കയറാൻ പറ്റുക അതുമില്ല. ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. അത് ഒരു വളരെ ഷോക്കിംഗ് ആയിരുന്നു. അത് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്, ഒപ്പം അവന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് അവനുണ്ടായിരുന്നില്ല, അഡാപ്റ്റബിലിറ്റി അവനുണ്ടായിരുന്നില്ല. ആ ഒരു ശരിക്കും അഡാപ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ലൈക്ക് എ കോഫി,
നമ്മൾ ഏത് സിറ്റുവേഷനിൽ ചെന്നാലും വെള്ളത്തിൽ കാപ്പിപ്പൊടി ഇടുമ്പോൾ അത് അലിഞ്ഞു ചേരും, അതില് കാപ്പിയായി മാറും, ഇല്ലേ? അതുപോലെ നമ്മൾ ഏത് സിറ്റുവേഷനിൽ ചെന്നാലും നമുക്ക് അതിനൊന്ന് അവിടവുമായി നമ്മൾ ഇണങ്ങിച്ചേരാനുള്ള ഒരു കഴിവ്, സ്കില്ല് നമുക്കുണ്ടാവണം. ഇനി ഈ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വന്ന ഒരു കാര്യമാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു ക്ലാസ് ലാഫ്റ്റർ യോഗ എന്നുള്ളൊരു ക്ലാസ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാര്യം ചിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ചിരിക്കുക പലപ്പോഴും നമ്മളതൊന്നും നമുക്ക് പറ്റാതെ, എനിക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ബ്ലോക്ക് ഉണ്ടാവും, മെന്റൽ ബ്ലോക്ക് പല കാര്യങ്ങളിലും. അങ്ങനെ ബ്ലോക്ക് വരാതെ നമുക്കൊന്ന് ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല സ്കില്ലാണ്. ഒന്ന് ചിരിക്കാൻ കഴിയുക. നമുക്ക് ചിരിക്കണമെങ്കിൽ അവരെ എല്ലാവരെയും അങ്ങ് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ സ്കില്ലാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് കൊളാബറേഷൻ. മറ്റുള്ള ഈ വാക്കുകളൊക്കെ വ്യത്യസ്തങ്ങളായി വരുന്നു എങ്കിൽ പോലും ഇതിനെല്ലാം ആശയം ഒന്ന് തന്നെയാണ്. മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യാനുള്ള ഒരു കഴിവ്, ഇറ്റ് ഇസ് കൊളാബറേഷൻ. ബട്ട് വിത്ത് അസർട്ടീവ്നെസ് ആയിരിക്കണം. മറ്റുള്ളവരുമായി നമ്മൾ മിങ്കിൾ ചെയ്ത് അവരോട് ചേരുമ്പോൾ അവരുടെ എല്ലാ ആശയങ്ങളുമായി ഒത്ത് ഓ അച്ഛ ഓ എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ കൂടെ പോവുക എന്നുള്ളതല്ല അർത്ഥം. വിത്ത് സം കൈൻഡ് ഓഫ് അസർട്ടീവ്നെസ്. ഞാൻ നിങ്ങളുടെ കൂടെ കൂടും, പക്ഷെ ഞാൻ ഇന്നത് ചെയ്യില്ല, ഇന്നത് ചെയ്യാൻ എനിക്ക് പറ്റും, ഇന്നതേ ഞാൻ ചെയ്യൂ എന്ന് പറയാനുള്ള ഒരു അസർട്ടീവ്നെസ്സോട് കൂടി നമ്മൾ കൊളാബറേറ്റീവ് സ്കിൽ, അതാണ് നമ്മൾ പറയാം, അസർട്ടീവ്നെസ്സോട് കൂടി നിൽക്കുക. പിന്നീട് നമുക്കുള്ളത് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു വലിയ വൈഡ് ഏരിയയാണ്. അതിൽ തന്നെ കുഞ്ഞു സ്കിൽസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത്, ഈ ലീഡർഷിപ്പ് സ്കില്ല് കൃത്യമായി ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായേ പറ്റുള്ളൂ, അല്ലെ? ഒരു ടീമിനെ നയിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരു ടീം വർക്ക് എന്നൊക്കെ പറയുമ്പം മറ്റ് IT ഫീൽഡിലോ അല്ലെ മറ്റ് അങ്ങനെയുള്ളിടത്ത് മാത്രമല്ല കേട്ടോ. ശരിക്കും നമ്മളൊരു ടീം തന്നെയാണ് വിത്ത് എ സ്പെസിഫിക് എയിം. നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ആ ഒരു ടീം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പരസ്പരം ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത്. എങ്കിലും അതിനൊന്ന് ലീഡ് ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് പറയുന്നത് ക്രിയേറ്റീവ് തിങ്കിങ്. എന്തെങ്കിലും സർഗാത്മകമായി ചിന്തിക്കാൻ കഴിയുക. ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് സർഗാത്മകമായി ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു തമാശ ആസ്വദിക്കാൻ പറ്റും. അതിൽ ഒരു ഹ്യൂമർ കണ്ടെത്താൻ പറ്റും. ഒരു ഹ്യൂമർ ഒക്കെ കണ്ടെത്തി നമ്മൾ ഒരു ഹ്യൂമർ അനുഭവിച്ചും അവതരിപ്പിച്ചും ഒക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഗ്രൂപ്പിനോട് വല്ലാതെ ഒരു ഇന്റിമസി തോന്നും. ഭംഗിയായി നമുക്ക് ആ ഗ്രൂപ്പിൽ മിങ്കിൾ ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ മാറി നിൽക്കണ്ട, നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മാനസികമായി ആ ടീമിനോടൊരു അടുപ്പം ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒരു പ്രോബ്ലത്തിന് നമ്മൾ പരാതി പറയുക, നിരന്തരം നമ്മൾ പരാതി പറയും. പരാതി മീൻസ് അതൊരു പ്രോബ്ലമാണ്. നമ്മൾ നിരന്തരം നമ്മുടെ ബോസിനോട് അല്ലെ നമ്മുടെ കൂടെയുള്ളവരോട് പരാതി പറയാതെ വല്ലപ്പോഴും എങ്കിലും നമ്മളൊരു സൊല്യൂഷനുമായിട്ട് അവരുടെ അടുത്ത് ചെന്ന് നോക്കൂ. അപ്രോച്ച് വിത്ത് എ സൊല്യൂഷൻ. അവർക്ക് എന്തുമാത്രം ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മൾ പരാതി പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയല്ല. എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് നമ്മളൊരു സൊല്യൂഷനുമായി നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും ഇറ്റ് വിൽ മേക്ക് യു സ്റ്റാൻഡ് ഔട്ട് ഇൻ എ മീഡിയോക്രിറ്റി. നമ്മളൊരു സൊല്യൂഷനുമായി ചെല്ലുമ്പോൾ ആ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ആവാൻ പറ്റും. നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ സൊല്യൂഷൻസിനെ പറ്റി ചിന്തിക്കുക. ഇത് പറയുമ്പോൾ എനിക്ക് ഇന്നത്തെ പത്രത്തിൽ ഇന്ന് വന്നൊരു ന്യൂസ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, അതായത് ഒരു വൈസ് പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ 2023 കിട്ടിയ ഒരു സഫീന ഹുസൈൻ. പുള്ളിക്കാരി നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതായത് ഗേൾസ് എഡ്യൂക്കേഷൻ, ഗേൾസ് ഇങ്ങനെ പെൺകുട്ടികള് എപ്പോഴും ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്ന ഒരു കാലത്ത് 2007 തുടങ്ങിയതാണ് അവരുടെ ഒരു പ്രവർത്തന മേഖല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഫോക്കസ് ചെയ്തിട്ട് പോയ പ്രഗതി സ്കീമൊക്കെ കൊണ്ടുവന്ന ഒരാളാണ്. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്നാണ് അവരുടെ ഒരു പ്രോഗ്രാമിന്റെ പേര് തന്നെ. പുള്ളിക്കാരിക്ക് ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ആയിട്ട് ഒരു അവാർഡ് കിട്ടി, വൈസ് അവാർഡ്, വേൾഡ് ഇന്നോവേഷൻ സമ്മിറ്റ് ഫോർ എഡ്യൂക്കേഷൻ. അവരുടെ ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞ ഒരു കാര്യം,
ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യം എന്നെ ടച്ച് ചെയ്തത് ഇതാണ്. അവർ പറഞ്ഞത് അവർക്ക് നേരെ കൊട്ടി അടയ്ക്കുന്ന ഓരോ വാതിലുകളുടെയും മുന്നിൽ അവർ ചെല്ലും. അത് തുറക്കുമ്പോ അവിടെ ഓൺ കമ്മ്യൂണിറ്റി ബേസ്ഡ് ട്രെയിനിങ് അവർ കൊടുക്കുമ്പോൾ അവരുടെ ലോഗോ, അവരുടെ മോട്ടീവ് എന്താന്ന് വെച്ചാൽ മൈ വില്ലേജ് മൈ പ്രോബ്ലം ഐ ആം ദ സൊല്യൂഷൻ എന്നാണ് അവർ പറഞ്ഞത്. മൈ വില്ലേജ് മൈ പ്രോബ്ലം ഐ ആം ദ വില്ലേജ്. നോ, മൈ വില്ലേജ് മൈ പ്രോബ്ലം ഐ ആം ദ സൊല്യൂഷൻ. ഞാനാണ് സൊല്യൂഷൻ. എനിക്ക് വേറൊരാളുടെ സൊല്യൂഷൻ ഇങ്ങ് താന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ പ്രവർത്തിക്കുമ്പോ ഞാനാണ് സൊല്യൂഷൻ. ഐ ആം ദ സൊല്യൂഷൻ. ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഇവർ സൊല്യൂഷൻസുമായിട്ടാണ് ചെല്ലുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ല. പക്ഷെ അവിടെ ഉള്ളവർ എനിക്ക് ടച്ച് ചെയ്തൊരു കാര്യമാണ്. അവിടെ ഉത്തരേന്ത്യയിലെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാനിലൊക്കെയാണ് കൂടുതലും, അവിടെ എ ഗോട്ട് ഈസ് ആൻ അസറ്റ് ആൻഡ് എ ഗേൾ ഈസ് എ ലയബിലിറ്റി എന്ന് ചിന്തിക്കുന്ന ആളുകളായിരുന്നു. അത്രയ്ക്ക് മോശമായ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞത് ശരിക്കും അവര് സ്വയം സൊല്യൂഷൻസ് കണ്ടെത്തിക്കൊണ്ടായിരുന്നു. സോ കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. എപ്പോഴും പരാതികൾ പറയാതെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മളൊരു സൊല്യൂഷനുമായി വരുന്ന ഒരു ശീലം, ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാകുക. നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവുക. ഓക്കെ. അനദർ വൺ ഈസ് നത്തിങ് ബട്ട് ഡിസിഷൻ മേക്കിംഗ്. അത് ആക്ച്വലി ഒരു വലിയ ലൈഫ് സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. അതിനുള്ളിൽ കുഞ്ഞു സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. അതിലൊന്നാണ് മേക്കിംഗ് എ ചോയ്സ്. നമ്മൾ ഒരു ചോയ്സ്, നമ്മൾ എടുക്കുന്ന റൈറ്റ് ചോയ്സസ് ആയിരിക്കും പലപ്പോഴും നമ്മുടെ ലൈഫിനെ മനോഹരമാക്കുന്നത്. അതിന് ആക്സിഡന്റലി ഞാൻ കേട്ട ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ആളിവിടെ തന്നെ ഉണ്ട്. എന്റെ ഹസ്ബൻഡ് എന്റെ മക്കളോട് ഷെയർ ചെയ്ത ഒരു കാര്യമാണ്. അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ, ഈ ഗവൺമെന്റ് സ്കൂളല്ലേ, അപ്പൊ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വരുമ്പോൾ, പണ്ട് മലയാളം മീഡിയത്തിലൊക്കെ പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഫസ്റ്റ് ഇയറിൽ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷിന് പൊട്ടി. അപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുണ്ട്. അപ്പൊ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ഈ ജനലിലിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനെ കൂടി. അപ്പൊ എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം പരീക്ഷ എഴുതണോ വേണ്ടേന്ന് ആലോചിക്കുക. എന്തെഴുതണം എന്നറിയില്ല. തോറ്റിട്ട് രണ്ടാമത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ, ഇതിന് എഴുതിയില്ലെങ്കിൽ പിന്നെ പ്രീ ഡിഗ്രി തോറ്റു എന്ന് വരും. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാതെ എഴുതണോ വേണ്ടേന്ന് ആലോചിച്ചിരിക്കുക. ആ എക്സാം ടൈമാണ്. ജനലിലിരിക്കുകയാണ്. അപ്പൊ സാറ് ദൂരേന്ന് വരുന്നു. പുള്ളിക്കാരന്റെ കാല അകത്തോട്ട് വീണു. പുള്ളിക്കാരൻ ക്ലാസ്സിനകത്തേക്കും കാല് വെച്ചു, കൂടെ ഇരുന്ന ആള് പുറത്തേക്കും കാല് വെച്ചു. സാറ് വന്നു, ആ പുള്ളിക്കാരൻ അങ്ങ് ഓടി. സാറിന്റെ മുന്നിൽ നിന്ന്, കോളേജല്ലേ, പുള്ളിക്കാരൻ അങ്ങ് പോയി, എക്സാം എഴുതിയില്ല. ഇദ്ദേഹം അകത്തായി പോയി. അത് അബദ്ധവശാൽ സംഭവിച്ചതാണ്. പക്ഷെ പുള്ളി പരീക്ഷ ഇതങ്ങ് പാസ്സായി കേട്ടോ. ആ ഒരു ചോയ്സ്, അന്ന് അകത്തേക്ക് വീഴാൻ കാണിച്ച ഒരു ചോയ്സ് ആണ് പുള്ളിയുടെ ലൈഫിനെ മാറ്റിമറിച്ചത്. ഒരുപക്ഷെ അന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇങ്ങനെ പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പോലും നമുക്ക് ചിലപ്പോ പറ്റിയിട്ടുണ്ടാവുന്നില്ല. പണ്ടത്തെ ഒരു സാഹചര്യമല്ലേ. പിന്നെ വീണ്ടും ട്യൂഷന് പോകാനോ വീണ്ടും എഴുതാനോ ചിലപ്പോൾ അത് അവിടെ മിസ്സായേനെ. പക്ഷെ അത് ആക്സിഡന്റലി വന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, ബോധപൂർവം അല്ല അത് സംഭവിച്ചതെങ്കിൽ പോലും, നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും എടുക്കുന്ന ചില ചോയ്സസ് ഉണ്ട്. അത് റൈറ്റ് ചോയ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് അവർ ലൈഫ് വെരി ബ്യൂട്ടിഫുൾ. അതർവൈസ് ആ ഒരു ചോയ്സിൽ തന്നെ നമ്മുടെ ലൈഫ് ഒരുപക്ഷെ മാറിപ്പോവാം. സോ നമ്മള് എപ്പോഴും ചിന്തിക്കുക റൈറ്റ് ചോയ്സസ്. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങില്, നമ്മളൊരു ഡിസിഷൻ എടുത്തു എന്നിരിക്കട്ടെ. ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ലൈഫ് സ്കില്ലിലുള്ള കുഞ്ഞു സ്കിൽസ് ആണ് ഞാൻ ഒന്ന് റെഫർ ചെയ്ത് പോകുന്നത്. ഒന്ന് മേക്കിംഗ് എ ചോയ്സ്, അതർ വൺ ഈസ് എക്സ്പ്രസിങ് ദ ഡിസിഷൻ ഒക്കെ എടുത്തു, പക്ഷെ അവൾക്ക് അത് പറയാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. മീൻസ് ആ ഒരു ഡിസിഷനെ മറ്റുള്ളവരോട് അത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ദാറ്റ് ഓൾസോ വാസ് എ സ്കിൽ. അത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമ്മുടെ ഡിസിഷൻസിനെ അല്ലെ നമ്മുടെ ഒപ്പീനിയനെ തുറന്ന് മറ്റുള്ളവരോട്, അതും ബേസിക്കലി കമ്മ്യൂണിക്കേഷനകത്ത് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് സ്കിൽസ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് പ്ലേസിൽ നമ്മൾ ഒരു ടീം വർക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും ഒരുമിച്ച് നമുക്ക്, ഈവൻ ഒരു സ്കൂളിനെ സംബന്ധിച്ച് മണിയടിക്കുന്ന ആള്, തൂക്കുന്ന ആള് പോലും, അവര് പോലും നമ്മുടെ ടീമിന്റെ ഭാഗമാണ്. അവരും ആ സ്കൂളിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇവരെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അവിടെയും ഈ സ്കിൽസിനെ പീപ്പിൾ സ്കിൽസ് എന്ന് നമ്മൾ പറയും.
ഹൗ ബെറ്റർ വി കൻ നാവിഗേറ്റ് അവർ ലൈഫ്. അതാണ് നമ്മുടെ ഒരു ഇന്നത്തെ വിഷയം. ഒരുപിടി സോഫ്റ്റ് സ്കിൽസ് ഞാൻ പറഞ്ഞു. ഏറെക്കുറെ ഒരു 10-12 ഞാൻ പറഞ്ഞു. നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതെല്ലാം എന്തിനെ മാറ്റി നിർത്തിയിട്ടാണ്? നമ്മുടെ ഹാർഡ് സ്കിൽസിനെ മാറ്റി നിർത്തിയിട്ടാണ്. ഹാർഡ് സ്കിൽസ് ടെക്നിക്കൽ സ്കിൽസ് ആണ്. നമുക്ക് സർട്ടിഫിക്കറ്റ് വഴി നമ്മൾ ഒരുപാട് തിയറി പഠിക്കും. ഇതെല്ലാം നമ്മൾ പഠിച്ച് ഒരളവ് വരെ ഒരു മെഷർ ചെയ്ത് നമ്മൾ വെച്ചിരിക്കുക. നമുക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, ഇത്രയുമായിട്ട് നമ്മൾ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരു ഹാർഡ് സ്കില്ലാണ്. അത് വെച്ചിട്ടാണ് നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങുക. അപ്പോ നമുക്ക് അവിടുന്ന് വീണ്ടും നമ്മൾ ഇറങ്ങുന്ന ആ ഒരു ഏരിയ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളാണിത്. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, നമ്മള് ഒരു സ്റ്റിമുലസും ഒരു റെസ്പോൺസും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പ് വിത്തിൻ സെക്കൻഡ്സ്, ഒരു സെക്കൻഡ്സിന്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന റെസ്പോൺസ് ചിലപ്പോൾ വേറെ ആയിരിക്കും. നമുക്കൊരു സ്റ്റിമുലസ് കിട്ടുന്നു. ഈ സ്റ്റിമുലസിനോട് നമ്മൾ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ നമ്മളങ്ങ് റെസ്പോണ്ട് ചെയ്താൽ ആ ഒരു റെസ്പോൺസ് ആയിരിക്കില്ല ഒരു പക്ഷെ ഒരു സെക്കൻഡ് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്തെങ്കിൽ. സോ അതും നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു വലിയ സ്കില്ലാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്കില്ലിൽ തന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെല്ലാം ഞാനിതൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ഭംഗിയായി കൊണ്ടുവരുന്നതിനെല്ലാം നമ്മൾ ഇന്ന് നമ്മുടെ ഇമോഷണൽ ക്വോഷ്യന്റ് ആണ്. ഒരുപക്ഷെ ഹാർഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, ഹാർഡ് സ്കിൽസ് കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടത് IQ ആണെങ്കിൽ, ഈ സോഫ്റ്റ് സ്കിൽസ് നമുക്ക് വേണ്ടത് ഇമോഷണൽ ക്വോഷ്യന്റ് ആണ്. ഇമോഷണൽ EQ എന്ന് പറയും. IQ-നൊപ്പം കേൾക്കാമോ? മാം ഒന്ന് സ്റ്റക്ക് ആയിട്ടോ. അതെ, കറണ്ട് പോയി ഇവിടെ. ജസ്റ്റ് ഇപ്പൊ വന്നു, പോയിട്ട് ഉടനെ വന്നു. വൈഫൈ ആയിരുന്നു ഞാൻ കണക്ട് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹാർഡ് സ്കിൽസിനെ കുറിച്ച് ഹാർഡ് സ്കിൽ നമുക്ക് വേണം. ഹാർഡ് സ്കിൽസിനൊപ്പം നമുക്ക് വേണ്ടതാണ് ഈ സോഫ്റ്റ് സ്കിൽസ്. ഈ സോഫ്റ്റ് സ്കിൽസിൽ നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങൾ അതിൽ പറയാൻ ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻസിൽ ഒരു 7 C's ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അത് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ക്ലിയർ, കൺസൈസ്, കോൺക്രീറ്റ്, കറക്റ്റ്, കൊഹറന്റ്, കംപ്ലീറ്റ് ആൻഡ് കർട്ടിയസ്. ഇനി നിങ്ങൾ വിചാരിച്ച ഇതിനകത്ത് ഒരുപാട് C's ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ, ഒരുപാട് വരും. ഇതിപ്പം ഒരാളുടെ ചിന്തയിൽ നിന്ന്, നമ്മുടെ ചിന്തയിൽ നിന്ന് വന്നുള്ളത് ഒരുപാട് കാര്യം. കൊളാബറേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ഇനി ഞാൻ പറയാൻ വിട്ടുപോയി വേറൊരു കാര്യമാണ് വർക്ക് എത്തിക്സ്. അതും ഒരു സോഫ്റ്റ് സ്കില്ലാണ് കേട്ടോ. വർക്ക് എത്തിക്സ് എന്ന് പറയും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടല്ല എന്ന് തോന്നുന്നു. വർക്ക് എത്തിക്സ് ഏതൊരു ഏരിയയിലായാലും ഒരു എത്തിക്സോട് കൂടി നമ്മൾ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മുടെ ഒരു വർക്കിന്റെ എത്തിക്സ് നമുക്കുണ്ടാവണം. തീരുമാനം എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ചോയ്സ്. ഹലോ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും ഏറ്റവും നമുക്ക് നമ്മളെ ഒന്ന് എക്സ്പെർട്ടൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരേണ്ട ഒരു നല്ല ഒരു സ്കില്ലാണ്. അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, ടീം വർക്ക് എക്സെട്ര. ഞാന് 10-11 സ്കിൽസ് ഇവിടെ പറഞ്ഞത്
മാത്രമല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന സിമ്പിൾ കാര്യങ്ങൾ തന്നെയാണിത്. ഇതൊരു വലിയ ആനക്കാര്യമൊന്നുമല്ല. പക്ഷെ ഇതിൽ മാസ്റ്ററി ഉണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് അവർ ലൈഫ് ബ്യൂട്ടിഫുൾ. സോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വരുന്നൊരു വലിയ സംശയം ഉണ്ടാവും, എന്നാ വാട്ട് ആർ ലൈഫ് സ്കിൽസ്? നമ്മൾ എപ്പോഴും ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു 8, 9, 10 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ഒരു 7, 9, 10 ലൈഫ് സ്കിൽസ് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ എല്ലാം ഉള്ളിൽ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ഈ ഒരുപാട്, ഇപ്പൊ ഞാൻ അതിന് ഒരു എക്സാമ്പിൾ ആണ് ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞത്. ഡിസിഷൻ മേക്കിംഗ് തന്നെ ഒരു വലിയ ലൈഫ് സ്കില്ലാണ്. അത് ആർജിക്കാൻ ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഇതിനുള്ളിലെല്ലാം ഈ സോഫ്റ്റ് സ്കിൽസ് ചേർന്നതാണ് ആക്ച്വലി മെയിൻ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കും ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് കണ്ടെത്താൻ കഴിയും. അതിൽ മാസ്റ്റർ ചെയ്യാൻ കഴിയട്ടെ. സോ താങ്ക് യു വെരി മച്ച്. ഷാൽ ഐ വൈൻഡ് അപ്പ് ഹിയർ? ഓക്കെ. എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഇവിടെ മാം എടുത്തത്. സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ചിട്ടുള്ള ഒരു ആകെ അല്ലെ, സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നും ഓരോ സെഷനായിട്ട് നമുക്ക് എടുക്കേണ്ടതാണ്. ബട്ട് ഓവറോൾ ആയിട്ട് നമുക്ക് നല്ലൊരു സെഷനായിട്ട് എന്താണ് സോഫ്റ്റ് സ്കിൽ എന്നൊക്കെയുള്ള മൊത്തത്തിൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് വളരെ ക്ലിയർ ആക്കി നമുക്ക് തന്നു. സോ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞതിൽ അല്ലെ മാം? യെസ്, എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഫീഡ്ബാക്ക് പറയാം. മാം മ്യൂട്ടാണ് മാം. ദാറ്റ്സ് ഓൾസോ ലൈഫ് സ്കിൽ ആൾട്ടാ. ഒരു സോഫ്റ്റ് സ്കിൽ ഇല്ലാത്തതാണ്. ഇടയ്ക്ക് ക്ലിയർ ആയിട്ട് നോക്കാനും. എന്റെ ഒരു ഇവിടെ ഞാൻ പറഞ്ഞ ഒരു ചെറിയ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് ഒരു ചെറിയ കറണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ മെയിൻ സ്വിച്ച് ഒക്കെ പെട്ടെന്ന് ഓഫ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കിട്ടും. സോ നിങ്ങൾക്ക് പറയാം, ചോദിക്കാം. ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുണ്ടാവും. കേൾക്കാമോ സാറേ? കേൾക്കാമോ? യെസ്, ഓഡിബിൾ ആണ്. അപ്പൊ പറഞ്ഞോളൂ. ഞാൻ വീഡിയോ ഓഫ് ചെയ്തേ, ഇനി ശബ്ദം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചോദിക്കാം, പാർട്ടിസിപ്പൻസ് പറയാം അവരുടെ അഭിപ്രായങ്ങളും. ഇതിലെ പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സമയം കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനൊക്കെ പറ്റും. ഞാനൊരു ടൈം ഗ്യാപ്പ് ഇട്ട് നിർത്താൻ വേണ്ടി തന്നെയാണ് നിർത്തിയത്, കുറച്ച് സ്പീഡിൽ നിർത്തിയത്. കാര്യം 10 മിനിറ്റ് നമുക്കൊരു ഇന്ററാക്ഷൻ സാധാരണ എല്ലാ സെഷൻസിലും ഉണ്ടാവുമല്ലോ, അതുണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ്. അതെ, അതിനുള്ള സമയം ഉണ്ട് കേട്ടോ. ആ ഒരു 10 മിനിറ്റ്സ് ബാക്കപ്പ് ഇട്ടിട്ടാണ് ഞാൻ നിർത്തിയത്. മാം, അഡാപ്റ്റബിലിറ്റി ഒന്ന് പറയാൻ പറ്റുമോ ഒന്നുകൂടെ? അഡാപ്റ്റബിലിറ്റി ശരിക്കും നമ്മളൊരു പുതിയ സിറ്റുവേഷനിൽ, നമ്മൾ ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മളിപ്പോ നമുക്കൊരു ചേഞ്ചിങ് സിറ്റുവേഷൻ ആയി നമ്മൾ ആകെ വല്ലാതെയാവും. നമ്മൾ നോർമലി പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം നമുക്കുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. പക്ഷെ ഏത് ചേഞ്ചിനെയും ഉൾക്കൊള്ളാൻ കഴിയുക, ഏതൊരു സിറ്റുവേഷനുമായും അഡാപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമുക്കൊരു വലിയ സോഫ്റ്റ് സ്കില്ലാണ്, നമ്മുടെ വലിയൊരു സ്കില്ലാണ്, നല്ലൊരു സ്കില്ലാണ്. കാര്യം നമുക്ക് ചേഞ്ചിങ് ആയിട്ടുള്ള ഏത് സിറ്റുവേഷൻസിലും നമ്മൾ അഡാപ്റ്റബിൾ ആണ്. നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അങ്ങ് ഇഴുകിച്ചേരണം. ആ ഒരു ഇഴുകിച്ചേരൽ ഇല്ല എങ്കിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകും. നമ്മുടെ ലൈഫ് മുഴുവനെയും നമുക്ക് ഇപ്പൊ ഒരിടത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു, അവിടുന്ന് നമുക്ക് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ ചെന്ന് പെട്ടുന്നിരിക്കട്ടെ. അവിടെ ഇവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ, ഇതെനിക്ക് അത് പറ്റൂല, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ നമുക്ക് ചിന്തിക്കരുത്. പകരം അല്ലെ, ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണം എന്ന് പണ്ടുള്ളവർ പറയാറില്ലേ? ആക്ച്വലി പണ്ടുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾ കറക്റ്റ് ആണ്. നമ്മളൊരു പുതിയ സിറ്റുവേഷനിൽ ചെന്നാൽ അവിടവുമായിട്ട് നമ്മളെ താതാത്മ്യം പ്രാപിക്കണം എന്നുള്ളതാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം അവിടവുമായിട്ട്.
ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ചെറുതിലേ മുതലേ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, സ്ഥിരം കാണുന്ന കാഴ്ചകൾ, അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരുമ്പോൾ അതുമായിട്ട് നമ്മൾ ഇഴുകിച്ചേരാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു അഡാപ്റ്റബിലിറ്റി. ഒരു നല്ല വലിയ സ്കില്ലാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ പണ്ട് ഇതിനൊരു ഇമ്പോർട്ടൻസ് വലുതായിട്ടില്ലായിരുന്നു. കാര്യം ചേഞ്ചസ് വളരെ പതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് റാപ്പിഡ് ചേഞ്ചിങ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുക. റാപ്പിഡ് ചേഞ്ചിങ് ആണ്. ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്. ഓരോ സിറ്റുവേഷൻസും ഓരോന്നും മാറിക്കൊണ്ട് റാപ്പിഡ് ചേഞ്ചിങ് സിറ്റുവേഷൻസിൽ നമ്മൾ ആ ചേഞ്ചുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയം നേരിടേണ്ടി വരും. അതാണ് ഒരു അഡാപ്റ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ മാം. ഈ അഡാപ്റ്റബിലിറ്റിയും കൊളാബറേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ആക്ച്വലി അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മൾ സ്ഥിരം നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് അവിടെ കൊളാബറേഷൻ നടക്കുള്ളൂ. അങ്ങനെയല്ലേ? നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ഗ്രൂപ്പുമായി കൊളാബറേറ്റ് ചെയ്ത് പോകാൻ ആ ഒരു സ്കില്ല് ഉണ്ടാവണമെങ്കിൽ ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സ്കില്ല് ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ കൊളാബറേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ അഡാപ്റ്റബിലിറ്റി ആൻഡ് കൊളാബറേഷൻ. ഇതൊന്നും ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഇങ്ങനെ മതിൽ കെട്ടി വേർതിരിച്ച കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇതെല്ലാം ഇടയിൽ കയറി വരും. ഇതെല്ലാം പരസ്പരം റിലേറ്റഡ് ആണ്. ഒന്നും മതിൽ കെട്ടി വേർതിരിച്ച് ഓരോ കമ്പാർട്ട്മെന്റുകളല്ല. അഡാപ്റ്റബിലിറ്റി ആയാലും കൊളാബറേഷൻ ആയാലും ലീഡർഷിപ്പ് ആയാലും ക്രിയേറ്റിവിറ്റി ആയാലും, ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാവാം. ഈ ഹ്യൂമർ സെൻസ് അവന്റെ കൊളാബറേഷനെ വല്ലാതെ സഹായിക്കും. നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരാൾ വരുമ്പോ അവൻ വന്നാൽ ഭയങ്കര സന്തോഷമാണ് ആ ഒരു ഗ്രൂപ്പില് എന്ന് പറയുന്നത് ഭയങ്കര രസമല്ലേ? അപ്പൊ ഇതൊന്നും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് അല്ല. ഈ ഓരോ ഏരിയയും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് അല്ല. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പണ്ടൊക്കെ ആണെങ്കിൽ ആക്ച്വലി ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് പഠിക്കണം എന്ന് തന്നെ ഇല്ല. ഇതൊക്കെ 5, 8, 10 മക്കളൊക്കെ ഒരു വീട്ടിലുണ്ടാവും. അപ്പൊ പരസ്പരം ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ സ്കില്ലുകൾ കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്യാറുണ്ട് നമ്മളിലൊക്കെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് ചേഞ്ചസ് ആണ്. നമ്മുടെ ജീവിത രീതിയിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. നമുക്കറിയാം, ഞാൻ ഇപ്പൊ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോ അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എന്താണ്? പിന്നെ CBSE നീ സ്റ്റേറ്റ് പിള്ളേരെ കണ്ടിട്ടില്ല. എനിക്ക് അപ്പൊ തോന്നിയത് കറക്റ്റ് ആണ്. കാര്യം ഇപ്പോഴത്തെ സ്റ്റേറ്റ് പിള്ളേരെ എനിക്ക് അതുപോലെയാണോ എന്ന് സംശയമുണ്ട്. പണ്ടത്തെ സ്റ്റേറ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു സിസ്റ്റമേ ഉള്ളൂ. ആ സിസ്റ്റത്തിൽ ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരസ്പര ത്യാഗവും സഹനവും പരസ്പര ഇന്ററാക്ഷൻസ് വളരെ കൂടുതലായിരുന്നു. ഇന്ന് ഇന്ററാക്ഷൻ വളരെ കുറവാണ്. പഠിക്കുക, വീട്ടിൽ വരിക എന്നുള്ള ഒരു ഇന്ററാക്ഷൻ പിന്നെ വേറെ രീതിയിലൊക്കെ പോകുന്നു എന്നുള്ളത് അത് വേറൊരു ഏരിയ. അപ്പോ ഇന്ന് ഇതിനൊരു പ്രാധാന്യം വരുന്നത് അതൊക്കെ കൊണ്ടാണ്. ചേഞ്ചിങ് സിറ്റുവേഷൻസ് ആയതുകൊണ്ടാണ്, റാപ്പിഡ് ചേഞ്ച് സൊസൈറ്റിയിൽ വരുന്നത് കൊണ്ടാണ് ഈ സോഫ്റ്റ് സ്കിൽസ് അത്യാവശ്യമായി നമുക്ക് ഉണ്ടാവണം എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ തന്നെ സൊസൈറ്റിയിലെ റാപ്പിഡ് ചേഞ്ചസ് വരുന്നത് കൊണ്ടാണ്. ഇത് എന്റെ അഭിപ്രായമാണേ. ഓക്കെ മാം, താങ്ക് യു. ഇതിനെ ഇംപ്രൂവ് ചെയ്യാന് ഇപ്പൊ പ്രാക്ടീസ് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണ് മാർഗങ്ങൾ എന്തെങ്കിലും? പ്രാക്ടീസ്. ഓക്കെ, നമ്മൾ സിറ്റുവേഷൻസിൽ ബോധപൂർവം ഓക്കെ സാറേ, നമ്മൾ ബോധപൂർവം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധമുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ നമ്മൾ ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് നമ്മൾ പെരുമാറുള്ളൂ. ഇത് ആക്ച്വലി സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞ പേഴ്സണൽ ട്രെയ്റ്റ്സ് ആണ്. നമ്മുടെ ബിഹേവിയറിന്റെ ഭാഗമായി മാറുകയാണ് സാർ ഇത്. നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ബോധപൂർവം ആവുമ്പോൾ ഇത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ മാറും. നമ്മുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആയിട്ട് തന്നെ മാറും. ആക്ച്വലി പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. ഇത് നമ്മൾ പലപ്പോഴും പറയും, പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു 10 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലെ ബോധപൂർവ്വം മറ്റുള്ളവരൊന്ന് ലിസൺ ചെയ്യാനുള്ളൊരു ലിസണിങ് കപ്പാസിറ്റി നമ്മൾ കൂട്ടി നോക്കൂ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നന്നായി ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ ലിസൺ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ മറ്റുള്ളവരെ കേൾക്കാനും ഒരല്പം ഒന്ന് ലിസണിങ് കപ്പാസിറ്റി ഒന്ന് ഉറപ്പിച്ച് നോക്കിയാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും.
നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ലിസണിങ് കപ്പാസിറ്റി കൂട്ടിയാൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ പറയുന്ന ഒരു കാര്യം പുഷിങ് യുവർ സെൽഫ് ബെസ്റ്റ് ഫൈൻഡ് നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നാണ്. നമുക്കൊന്ന് ഒരു സിറ്റുവേഷൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അതിനൊരു പകരം ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഇതൊക്കെ ബൈ പ്രാക്ടീസ്. നമുക്ക് പ്രാക്ടീസിലൂടെ ചില സിറ്റുവേഷൻസ് വരുമ്പോഴേ ഇതൊന്നും ഒരു സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നതല്ല. ലൈഫിൽ കൂടെ തുഴഞ്ഞ് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് പോകുമ്പോൾ ലൈഫ് തുഴഞ്ഞ് തന്നെ പഠിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് നമ്മുടെ സ്വഭാവമായി മാറും. കുറച്ച് നമ്മൾ അങ്ങനെ ബോധപൂർവം ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി മാറും. പിന്നീട് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ. അങ്ങനെ നമുക്ക് ഈ ഒരു സ്കിൽസിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പർപ്പസ്ഫുള്ളി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മാം, ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ് ഒന്ന് വിശദീകരിച്ചു തരാൻ പറ്റുമോ? ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഏതൊരു പ്രോബ്ലം വന്നാലും അതിന്റെ പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. അത് നമുക്കറിയാലോ. അമ്മയെ കൊന്നാലും രണ്ട് വശം ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. പണ്ടുള്ളവർ പറയുന്ന ഒരു ചൊല്ലാണ്, അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം ഉണ്ടെന്ന്. ഏത് കാര്യം എടുത്തു നോക്കൂ, അതിനെല്ലാം ഒരു പോസിറ്റീവ്നെസ്സും ഉണ്ടാവും, ഒരു നെഗറ്റീവ്നെസ്സും ഉണ്ടാവും. തിങ്ക് അബൌട്ട് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തിങ്സ്. നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ട് ഏത് പ്രോബ്ലത്തെയും നമ്മൾ ക്രിട്ടിക്കലായി അവലോകനം ചെയ്യാം. ക്രിട്ടിക്കൽ മീൻസ് ഒരു വിമർശനാത്മക ചിന്തയാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ ശരിയാണ് എന്നും അത് അന്ധമായി അതിനെ എതിർക്കുകയും അല്ല വേണ്ടത്. ഒന്നിൽ അന്ധമായിട്ട് നമ്മളങ്ങ് എതിർക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യും. ഇത് രണ്ടുമല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരാള് ഉറപ്പായിട്ടും അതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് ചിന്തിക്കും, അതിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് ചിന്തിക്കും. എന്നിട്ടേ നമ്മൾ അതിനൊരു തീരുമാനം എടുക്കുള്ളൂ. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ പോസിറ്റീവ് വശങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്ത് നമുക്ക് വളർത്താം കേട്ടോ. എന്ത് പരിപാടികൾ ഇത് വന്നാലും നമ്മളൊന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന ഒരു കാര്യം പ്ലാൻ ചെയ്യുക, അതിന് ഇന്ന നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ, ഇന്ന നെഗറ്റീവ്സും ഉണ്ട്. ഇതിൽ ഏതാണ് കൂടുതൽ? പോസിറ്റീവ്സ് ആണോ കൂടുതൽ? നമുക്ക് ആവശ്യമുള്ള പോസിറ്റീവ്നെസ് ഉണ്ടോ അതിന് എന്ന് നമ്മളൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ച്, പോസിറ്റീവ്നെസ്സും നെഗറ്റീവ്നെസ്സും ചിന്തിച്ച് അതെങ്ങനെയാന്ന് വെച്ചാൽ ബൈ ലേണിംഗ് ഫ്രം സറൗണ്ടിങ്സ്. അത്രേ ഉള്ളൂ. നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഇത് നല്ലതാണോ ചീത്തയാണോ? ചില കാര്യം ഒരു സറൗണ്ടിങ്ങിൽ നല്ലതായിരിക്കും, ഒരു സറൗണ്ടിങ്ങിൽ അത് വേറെ ആയിരിക്കും, ചീത്തയായിരിക്കാം, അത് നെഗറ്റീവ് സൈഡ് ആയിരിക്കാം. അപ്പൊ ആ സറൗണ്ടിങ്സിനെ കുറെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആ സിറ്റുവേഷനിൽ അതിനെ എങ്ങനെ പോസിറ്റീവായി ഇമ്പാക്ട് ചെയ്യുമോ നെഗറ്റീവ് ആവുമോ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്ന, പോസിറ്റീവ്നെസ്സും നെഗറ്റീവ്സും തിങ്ക് ചെയ്യുന്നത് തന്നെയാണ് ഒരു വിമർശനാത്മക ചിന്ത എന്ന് നമ്മൾ പറയും. വിമർശിച്ച് തന്നെ ചിന്തിക്കുക, അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് ഉദ്ദേശിക്കുക. ഓക്കെ മാം? ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഇനിയും ഉണ്ട് കേട്ടോ, നമുക്കൊരു 2 മിനിറ്റ് കൂടി മിച്ചമുണ്ട്. ഉണ്ടല്ലോ സാറേ അല്ലേ? ഞാനൊരു 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ നിർത്തിയതാണ്. പിന്നീട് ഈ ഡിസ്കഷനിലൂടെ ബാക്കി കാര്യങ്ങൾ പറയാം എന്നുള്ള ഒരു നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരാള് ഉറപ്പായിട്ടും നമ്മുടെ ഒരു ഫോൾട്ട് വന്നാൽ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അതൊരു ടീം സ്പിരിറ്റ് ആണ്. നമുക്കൊരു ഫോൾട്ട് വന്നാൽ മറ്റുള്ളവരെ പഴിചാരി മാറൂല. അത് ക്രിട്ടിക്കൽ തിങ്കിങ്ങോട് കൂടി ചെയ്താൽ ഉറപ്പായിട്ടും അതൊരു ഫോൾട്ട് വന്നാൽ നമ്മൾ അത് ചിന്തിക്കും. നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഫോൾട്ട്, അതും ഒരു സ്കില്ലാണ് കേട്ടോ. ആക്ച്വലി അതും ഒരു സ്കില്ലാണ്. നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വന്നാൽ അതിനെ ഏറ്റെടുക്കാൻ കഴിയുക എന്ന് പറയുന്നതിനെ ഒരു വലിയ പേഴ്സണാലിറ്റി ട്രേറ്റ്. അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി മാറിയാൽ ഇറ്റ്സ് വെരി നൈസ് പേഴ്സൺ ആയിട്ട് മാറും. നമ്മളത് ഏറ്റെടുത്താലേ ഇനി ഒരിക്കൽ നമ്മളത് ആവർത്തിക്കാതിരിക്കുള്ളൂ. അല്ലാതെ എന്തിനും മറ്റുള്ളവരെ പഴിചാരുക എന്നുള്ളൊരു സ്വഭാവത്തിലോട്ട് പോകാതിരിക്കണമെങ്കിൽ അത് തന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു മാം. താങ്ക് യു സർ. 8 o'clock ആയിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. നല്ല സെഷൻ ആയിരുന്നു. നേരത്തെ ഇവിടെ മാം 7
സി പറഞ്ഞു അല്ലെ, 7 കമ്മ്യൂണിക്കേഷനിലെ 7C ആ പറഞ്ഞ യെസ് പോലെ തന്നെ നല്ല ക്ലിയർ ആയിരുന്നു. ഓരോ കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മാമിന്റെ തന്നെ ഓരോന്നിലും ഓരോ സെഷൻ ആയിട്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ സ്കില്ലുകളും നമുക്ക് ഓരോ സെഷനായിട്ട് തന്നെ എടുക്കേണ്ടതും അതിനെ ഇംപ്രൂവ് ചെയ്യേണ്ടതുമായിട്ടുള്ള സ്കില്ലുകളാണ്. അപ്പോ നല്ല സെഷൻ ആയിരുന്നു, എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. സോ താങ്ക് യു ഷൈല മാം ഫോർ ദ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സർ. ഓക്കെ, സോ താങ്ക് യു നമ്മള് സർ. താങ്ക് യു. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആത്തിക്ക ജാസ്മിൻ പ്ലീസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? യെസ്, ഓഡിബിൾ ആണ്. ആദ്യം തന്നെ ഞാൻ ശൈല മാമിനോട് ഒരു സോറി പറയാൻ കേട്ടോ. എന്റെ വീട്ടിൽ ഗസ്റ്റ് വന്നു, അപ്പൊ മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ല. പിന്നെ മാമിൻ്റെത് കുറച്ചൊക്കെ ഇടയിലൊക്കെ ഇങ്ങനെ സ്റ്റക്കായി. അപ്പൊ പക്ഷെ എന്നാലും ഭയങ്കര അടിപൊളിയായിട്ട് സെഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടോ മാം. എന്തായാലും നമുക്കറിയാം, നമ്മള് ഹാർഡ് സ്കില്ല്, നമ്മൾ IQ ലെവലാണ് നമ്മൾ എപ്പോഴും നല്ല പ്രശംസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ IQ ലെവൽ കൂടുതലായാലാണ്. പക്ഷെ അതിനെക്കാട്ടിലേക്ക് എത്രയോ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് വേണ്ട EQ എന്ന് പറയുന്ന ഇമോഷണൽ ക്വോഷ്യന്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നല്ലൊരു രീതിയിൽ ആളുകൾക്കൊരു ബോധവൽക്കരണം ഉണ്ടാവണം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ മാം പറഞ്ഞ ഈ ഓരോ സ്കില്ലും, ഇതിൽ എല്ലാ സ്കില്ലും നമുക്ക് ഉണ്ടാവേണ്ടത് തന്നെയാണ്. നമുക്ക് IQ ഉണ്ടെങ്കിലും നമുക്ക് EQ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മളെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ഇതൊക്കെ മാം ആണെങ്കിൽ അടിപൊളിയായിട്ട് ഫിൽറ്റർ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നല്ലൊരു അടിപൊളി സെഷൻ തന്നെ ആയിരുന്നു. പിന്നെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കേട്ടറിയാം അവര് നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ക്ലാസ് എന്നുള്ളത് ഉറപ്പാണ്. നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു. ഇതില് ഇങ്ങനൊരു അവസരം തന്നതിന് നമ്മുടെ വിൻബിൾ അക്കാദമിന്റെ ചെയർമാനായിട്ടുള്ള ഫൈസൽ സാറിനെ ഞാൻ ആദ്യം നന്ദി അറിയിക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് ഈ സെഷൻ അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഷൈല മാമിന് ഞാൻ എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇത് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? Oh yes, thank you everyone. Bye bye. Thank you, sir. Thank you so much, sir. Yeah.